PSC ചോദിച്ച് മടുക്കാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ്. അത് എവിടുന്നാണ് വരുന്നത്, അതിന്റെ സോഴ്സ് കൂടെ നമ്മൾ നോക്കുന്നു. നേരെ പോവാം ചോദ്യങ്ങളിലേക്ക്. വെൽക്കം ടു ദ ക്ലാസ്. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളേവ? നമ്മുടെ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമാണല്ലോ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ തീരപ്രദേശം. അവിടെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. സോ പ്രശ്നമൊന്നുമില്ല. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്, ബന്ധമില്ലാത്തത്. അപ്പൊ നമുക്ക് നോക്കാം. ഡെൽറ്റകളുടെ രൂപീകരണം. പടിഞ്ഞാറ് എവിടെയാ നമ്മൾ ഡെൽറ്റ കേട്ടിട്ടുള്ളത്? നമ്മൾ കേട്ടിട്ടുള്ള ഡെൽറ്റകള് കാവേരി ഡെൽറ്റ, അതുപോലെ ഗോദാവരിയുടെ ഡെൽറ്റ, കൃഷ്ണയുടെ ഡെൽറ്റ, ഗംഗയുടെ ഡെൽറ്റ, അങ്ങനെയൊക്കെയല്ലേ? അത് കിഴക്കല്ലേ? അപ്പൊ നോക്കുക, ഡെൽറ്റകളുടെ രൂപീകരണം പടിഞ്ഞാറ് നടക്കുന്നു. അത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. 2 നമുക്ക് സെലക്ട് ചെയ്യാം. 3, താരതമ്യേന വീതി കൂടുതൽ. വീതി കൂടിയത് എവിടെയാ? വീതി കൂടിയത് അതും കിഴക്കാണ്. പൂർവഘട്ടത്തിനും നമ്മുടെ ബംഗാൾ ഉൾക്കടലിനും ഇടയ്ക്ക് അത്യാവശ്യം വീതിയിൽ കാണപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും കിഴക്കുള്ള സവിശേഷതയാ. ഇത് കാണുമ്പോഴേ നമുക്ക് നോക്കാം. നോക്കിക്കേടാ, ഓപ്ഷന്റെ അകത്ത് 2 ഉള്ളത് ഇവിടെ 2 ഇടത്താണ്. പിന്നെയും നമുക്ക് നോക്കാം 2ഉം 3ഉം ഉള്ളത്. എല്ലാ ഓപ്ഷനിലും 2 എണ്ണം വീതേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്തത് നോക്കാൻ പോലും പോണ്ട കാര്യമില്ല, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോ 2ഉം 3ഉം ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. നമുക്ക് ബി സെലക്ട് ചെയ്യാം. ബാക്കി അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇത് ബന്ധമുള്ള പ്രസ്താവനയാ. 1ഉം ബന്ധമുള്ള പ്രസ്താവനയാണ്. നല്ല ചോദ്യം, നല്ല ഉത്തരം. നമുക്ക് സെലക്ട് ചെയ്യാം. ബി ഇസ് ദ റൈറ്റ് ആൻസർ. ചോദ്യം നമ്പർ 2 ഒന്നുകൂടെ സൂം ചെയ്ത് തരാം വായിക്കാൻ എളുപ്പത്തിന്. ഇന്ത്യയുടെ തീരപ്രദേശത്തെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റ്, നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത്. അത് നോക്കിയേ, ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയ്ക്ക് ഇത്ര മുമ്പ് കണ്ടുള്ളൂ. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരം. കോറമണ്ടൽ, ചോളമണ്ഡലം, തമിഴ്നാടിന്റെ കിഴക്ക്. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടുവോ? ഇല്ല, റോങ്. അപ്പൊ 2 എന്തായാലും ഉത്തരത്തിൽ വരുമെന്ന് നമുക്ക് ഉറപ്പായി. ഓപ്ഷൻ എ ഒന്നെങ്കിൽ ശരിയാവണം, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ശരിയാവണം. ഇനി 3ാമത്തെ ചോദ്യം: സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. കിഴക്കൻ തീരസമതലം നോക്കിയ സുന്ദരവനം മുതൽ പിന്നെ കന്യാകുമാരി വരെ അവിടെ നീണ്ടു കിടക്കുന്നതാണ്. നമ്മളോട് ചോദിച്ചത് തെറ്റായിട്ടുള്ളതാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന സുഹൃത്തുക്കളെ 2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അല്ലേ പോലും ഇങ്ങനെ നമുക്ക് ചിന്തിക്കാവല്ലോ. ഈ ഭാഗത്തേക്കൊന്ന് ആലോചിച്ചാൽ മതി. 1 ശരിയാണെന്ന് നമുക്ക് ഉറപ്പാ, അല്ലെ? 1 ശരിയാണെന്ന് നമുക്ക് ഉറപ്പാണ്. 1 ശരിയാണെന്ന് ഉറപ്പാണെങ്കിൽ 1 ഉള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഇത് രണ്ടും വരികയില്ല. പിന്നെ 2 തെറ്റാണെന്ന് നമുക്ക് ഉറപ്പായി. പിന്നെ 2 മാത്രമുള്ള ഓപ്ഷൻ ഇതല്ലേ വരത്തുള്ളൂ. ഇനി ആലോചിക്കാൻ പോലും പോകേണ്ട കേസില്ല. 2 മാത്രം നമുക്ക് വേണമെങ്കിൽ ഉത്തരം കറപ്പിക്കാം. സോ ഉത്തരം 2 മാത്രം. നല്ല ചോദ്യം. വീണ്ടും ചോദ്യം വന്നിരിക്കുന്നു. 3ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 3rd ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള സൂചന കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള സൂചന. അപ്പൊ തെറ്റായിട്ടുള്ള സൂചനയാണ് വീണ്ടും കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കുറവാന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ലല്ലോ നമ്മൾ 1ാമത്തെ ചോദ്യം കണ്ട്. കിഴക്കൻ തീരസമതലത്തിന് അത്യാവശ്യം വീതിയുണ്ട്. നെക്സ്റ്റ്, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ഇത് ശരിയാ. കിഴക്കാണ് ഡെൽറ്റയുള്ളതെന്ന് നമ്മൾ കണ്ടു, നമ്മൾ പഠിച്ചു. ഇനി താഴ്ന്നു പോയ സമതലങ്ങൾക്ക്, ഇത് നമ്മൾ പറയാത്താണ്. ചില ആൾക്കാർക്ക് ഒരു ഫ്രഷ് പോയിന്റ് ആയിട്ട് ഒരു പക്ഷെ തോന്നിയേക്കാം. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലം എന്നാണ് പറഞ്ഞേക്കുന്നത്. പശ്ചിമ തീരസമതലം എന്ന് പറയുന്നത് താഴ്ന്നു പോയ തീരം തന്നെയാണ്, താഴ്ന്നു പോയിരിക്കുന്ന തീരമാണ്. ഉയർത്തപ്പെട്ട സമതലം എന്ന് പറയുന്നത്, ഓർക്കുക, ഉയർത്തപ്പെട്ട സമതലം കിഴക്കുള്ളതാണ്. കിഴക്കൻ ഭാഗം ഉയർത്തപ്പെട്ട സമതലവും പടിഞ്ഞാറൻ ഭാഗം അത്യാവശ്യം താഴ്ന്ന സമതലവുമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് ഏതാ? ഇവിടെ തെറ്റായിട്ടുള്ള സൂചന കണ്ടെത്താനാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 2 ശരിയാണ്, 3ാമത്തതും ശരിയാണ്. ഇവിടെ 1 പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണെന്ന് പറഞ്ഞേക്കുന്നത് അങ്ങനെയല്ല, വീതി കൂടുതലാണ്. 1 മാത്രം. എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ക്ലിയർ ആണോ?
സംഭവം സെറ്റല്ലേ? അപ്പൊ ഇങ്ങനെ ഈ ചോദ്യങ്ങൾ, ഇപ്പൊ 3 ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 3 ചോദ്യം. ഇനി 4-മതൊരു ചോദ്യത്തിലൂടെ നമുക്ക് പോവാണ്. 4-മതൊരു ചോദ്യത്തിലേക്കൂടെ നമുക്ക് പോവാം. 4-മത്തെ ചോദ്യം ഇതാ: താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്ത സംഗതി ഏതാണ്? നോക്കിക്കേ, കൊങ്കൺ സമതലം, കത്തിയവാർ പെൻസുല, കച്ച് സമതലം, മുത്കൽ സമതലം, ഇതൊക്കെയാ പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? കൊങ്കൺ പടിഞ്ഞാറ് ശരിയല്ലേ? കത്തിയവാർ ചിലപ്പോൾ സംശയമൊക്കെ തോന്നിയേക്കാം, പക്ഷെ അതും പടിഞ്ഞാറ് തന്നെയാ. കച്ച് അതും പടിഞ്ഞാറ് തന്നെയാ. ഉത്കലാണ് മക്കളെ കിഴക്കുള്ളത്. ഉത്കൽ ദേശം ഒഡീഷയാണ്. ഒഡീഷയുടെ തീരമാണ് ഉത്കല ദേശം. അപ്പൊ ഇത് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ല, കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമാണ്. മനസ്സിലാക്കൂ. ഇനി ഇത് എവിടുന്ന് വന്നു? ഈ കഥകൾ എവിടുന്നാണ്? നമ്മൾ അതാണ് നോക്കുന്നത്. ഇതെല്ലാം ഒരൊറ്റ ടേബിളിൽ നിന്ന് വന്നതാ. SCERT വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലെ ഒറ്റ ടേബിൾ കിഴക്കൻ തീരസമതലത്തിന്റെയും പടിഞ്ഞാറൻ തീരസമതലത്തിന്റെയും ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രത്യേകതകൾ പറയുകയാണ്. നോക്കിയേ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ നമ്മൾ കണ്ടു. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ ഈ സ്റ്റേറ്റ്മെന്റും ഇതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ്. അടുത്ത റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇടതുഭാഗത്തുള്ളത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടില്ല, പക്ഷെ ഇത് നമ്മൾ കണ്ടല്ലോ. സുന്ദരവനം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്ക് ഭാഗത്തുള്ളത്. എന്താ പറയാ, നമ്മുടെ കിഴക്കൻ തീരദേശം നീണ്ടു കിടക്കുന്നത്. ഇനി വീതി കുറവ് പടിഞ്ഞാറ്, വീതി കൂടുതൽ കിഴക്ക്, ഇതും നമ്മൾ കണ്ടു, ചോദ്യങ്ങളിൽ കണ്ടു. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം, ഇതെല്ലാം പടിഞ്ഞാറാണ്. കിഴക്ക് കോറമണ്ടൽ, വടക്കൻ സിർക്കാസ്, ഇതിന്റെ കൂടെ ഉത്കലും പറയാം, അതും കാണിച്ചു തരാം. ഇനി കായലുകൾ, അഴിമുഖങ്ങൾ കാണപ്പെടുന്നു, പടിഞ്ഞാറ് പ്രത്യേകത. ഡെൽറ്റകളുടെ രൂപീകരണം നടക്കുന്നു, അത് കിഴക്കേ പ്രത്യേകത. ഡെൽറ്റ നമ്മൾ കണ്ടതാ. ഇനി ഓർക്കുക, പടിഞ്ഞാറൻ സമതലം താഴ്ന്ന സമതലത്തിന് ഉദാഹരണമാണ്. താഴ്ന്ന സമതലം സബ്മേർജ്ഡ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ. ഇനി ഇവിടെ കിഴക്കൻ തീരസമതലം എന്ന് പറഞ്ഞാൽ അത് ഉയർത്തപ്പെട്ട കോസ്റ്റ് ആണ്. അപ്പൊ ഇത് ഉയർന്ന സമതലം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് കുറച്ച് ജോഗ്രഫിക്കൽ പ്രോസസ് ആണ്, അതിനകത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. സംഭവം ഇങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ. ഇനി നമ്മുടെ ക്ലാസ്സിലുള്ളവർക്കൊക്കെ കറക്റ്റ് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഈ ഓരോ സമതലങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ. ഈ ഭാഗത്ത് കുറച്ച് പേരുകളൊക്കെ നമ്മൾ തരികയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു പേരും ഇല്ല, ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ വെറുതെ പറയുമ്പോൾ ഈ ഭാഗം ഗുജറാത്ത് കോസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ഭാഗം ഗുജറാത്ത് കോസ്റ്റ് ആണോ? അതെ, ഗുജറാത്തിന്റെ തീരമാണ്. പിന്നെയുള്ള തീരം ഇതേതാ? ഈ തീരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊങ്കൺ തീരം. ഇത് കൊങ്കൺ തീരമാണ്. കൊങ്കൺ തീരം കഴിഞ്ഞിട്ടുള്ളത് ഈ ഭാഗവും ഇത് മലബാർ തീരമാണ്. നമ്മുടെ തീരപ്രദേശം, കേരളത്തിന്റെ തീരപ്രദേശം മലബാർ തീരമാണ്. അപ്പൊ ഈ 3 ഇവിടെ. ഇനി ഈ ഭാഗം നിങ്ങൾ നോക്കിക്കേ, ഈ പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേര്, തമിഴ്നാടിന്റെയും ആന്ധ്രയുടെ തെക്ക് ഭാഗത്തെയും ഈ തീരപ്രദേശം അറിയപ്പെടുന്ന പേരാണ് സുഹൃത്തുക്കളെ വട്ട്. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഇതാണ് കോറമണ്ടൽ തീരം. ഇനി വടക്കോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ നമുക്കിതിനെ വടക്കൻ സിർക്കാർ എന്നൊക്കെ വിളിക്കാം. അതായത് പണ്ട് ഈ ഇവിടെ ഉണ്ടായിരുന്ന ഹൈദരാബാദ് നിസാമിന്റെ ഒക്കെ വിവിധ ഭരണ പ്രദേശങ്ങൾ ഇവിടെ സിർക്കാസ്, സർക്കാർ എന്നുള്ള വാക്കിന്റെ പഴയ സിർക്കാർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന. അപ്പൊ ഈ പ്രദേശത്തിന്റെ തീരപ്രദേശം മൊത്തം നോർത്തേൺ സിർക്കാസ് അല്ലെങ്കിൽ വടക്കൻ സിർക്കാർ എന്ന് വിളിക്കും. ഇതിൽ ഒഡീഷയുടെ തീരദേശം മാത്രം അറിയപ്പെടുന്ന പേരാണ് സുഹൃത്തുക്കളെ എന്ത്? ഉത്കൽ തീരം, ഉത്കൽ കോസ്റ്റ് എന്ന് വിളിക്കും. ഇവിടെ ഈ ഗുജറാത്ത് തീരത്തിനകത്ത് 2 ഗൾഫുകളുണ്ട്. ഈ 2 ഗൾഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരയിലേക്ക് വെള്ളം കയറി കിടക്കുന്ന ഇടുങ്ങിയ ജലഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇടുങ്ങിയ കവാടമുള്ള ജലം കയറി കിടക്കുന്ന ഇതുപോലത്തെ ഭാഗങ്ങളാണ് ഗൾഫ് നമ്മൾ വിളിക്കുക. ഈ ഗൾഫിനെ വിളിക്കുന്ന പേരെന്താ? ഈ ഗൾഫ് നമ്മുടെ കച്ച് ഗൾഫാണ്. ഇത് കച്ച് ഗൾഫ്. ഈ ഭാഗമൊക്കെ റാൻ ഓഫ് കച്ച. ഇതാ റാൻ ഓഫ് കച്ച്. ഇവിടെ തുടങ്ങി കാണപ്പെടുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരപ്രദേശം. ഓക്കെ. ഇത് റാൻ ഓഫ് കച്ച് അല്ലെങ്കിൽ കച്ചിന്റെ പ്രദേശമാണ്. കച്ച് ഗൾഫ്. ഇതിപ്പോ കച്ച് കോസ്റ്റ് എന്നറിയപ്പെടും കേട്ടോ, കച്ച് തീരം. ഇത് കഴിഞ്ഞത് ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് കമ്പത്ത് എന്നാണ്. ഗൾഫ് ഓഫ് കാംബെ എന്ന് വിളിക്കും. ഗൾഫ് ഓഫ് കാമ്പത്ത്. ഇത് ഉൾപ്പെടുന്ന പിന്നെയുള്ള ഈ ഭാഗം അറിയപ്പെടുന്ന പേര് കത്തിയവാർ കോസ്റ്റ് എന്നാണ്. ഇതാണ് നമ്മൾ ഓപ്ഷനിൽ കണ്ട, നോക്കിക്കേ, ഇവിടുത്തെ ഓപ്ഷനിൽ കണ്ട കത്തിയവാർ പെനിൻസുല. ഈ കത്തിയവാർ പെനിൻസുല, കച്ച് സമതലം എന്നൊക്കെ പറയുന്ന ആൾക്കാര്, ഇത് കച്ച് സമതലം, ഈ പ്രദേശം, ഇതാണ് കത്തിയവാർ പെനിൻസുല. ഇതൊരു പെനിൻസുലയല്ലേ? ഈ സൈഡിൽ വെള്ളം, ഈ സൈഡിൽ വെള്ളം, ഈ സൈഡിൽ വെള്ളം, ഉപദ്വീപാണ്. ഇതാണ് കത്തിയവാർ ഉപദ്വീപ് എന്നറിയപ്പെടുന്നത്.
ഈ ഭാഗത്തെ തീരം. ഇത് കഴിഞ്ഞ് പിന്നെ താഴത്തോട്ട് പോകുമ്പോഴത്തേനും കൊങ്കണായി, ബാക്കിയുള്ള ആൾക്കാരായി. നമുക്കൊന്ന് നോക്കാം, ഇവിടെയുള്ള ഓരോ ആൾക്കാരെയും ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഇതാണ് നിങ്ങൾ കാണുന്ന ഓരോ പ്രദേശവും. കച്ച് തീരം നിങ്ങൾക്ക് മനസ്സിലായി, ഇടത് ഭാഗത്ത് കച്ച് തീരം ദേ ഇവിടെയുണ്ട്. പിന്നെ കത്തിയവാർ കോസ്റ്റ്, കൊങ്കൺ തീരം, മലബാർ തീരം, കോറമണ്ടൽ കിഴക്ക് ഭാഗത്ത്, വടക്കൻ ചിർക്ക, ചുർക്കത്ത് തീരം. ഇവിടുന്ന് എണ്ണമറ്റ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇഷ്ടംപോലെ ചോദ്യങ്ങൾ, അനവധി ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇനി ഒരിക്കലും തീരത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ വരരുത്. ഈ പോയിന്റുകൾ ഓർത്തു വെച്ചാൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഉത്കൽ എന്ന വാക്ക് ഒഡീഷയുമായി ബന്ധപ്പെടുത്തി എപ്പോഴും ഓർക്കുക. ഉത്കല ബംഗ എന്ന് പറഞ്ഞാൽ ബംഗാൾ ദേശം, ദേശീയഗാനത്തിലെ ബന്ധം. ഈയിടെ LPUPക്ക് ഒക്കെ ഉണ്ടായിരുന്ന ചോദ്യം. ഇതെല്ലാം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഉപകാരമാവട്ടെ. വീണ്ടും കാണാം. ബൈ.